നമ്മുടെ കയ്യിലുള്ള ഈ ഒരു ഡ്രസ്സിനുണ്ടല്ലോ അതാ ഇപ്പോൾ കാണുന്ന ഈ മോഡലിലേക്കൊന്ന് മാറ്റിയെടുക്കുകയാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ ഞാൻ ലൈനിങ് ഒക്കെ മൊത്തമായിട്ടൊന്ന് ചേഞ്ച് ചെയ്യുന്നുണ്ട്. കാരണം ലൈനിങ് ഒക്കെ അത്യാവശ്യം പിന്നിപ്പോയിട്ടൊക്കെ ഉണ്ട്. അതേപോലെ യോക്ക് പോർഷനിലുള്ള ആ വർക്ക് ഞാനൊന്ന് കട്ട് ചെയ്ത് മാറ്റിയെടുക്കുന്നുണ്ട്. ഉള്ളിൽ സാറ്റിനാണ് കേട്ടോ ഇപ്രാവശ്യം ലൈനിങ് കൊടുക്കുന്നത്. അപ്പോൾ സാറ്റിൻ താഴത്തെ സ്കേർട്ട് പോർഷന് വേണ്ടിയിട്ട് അംബ്രല കട്ടിങ്ങിലാണ് എടുക്കുന്നത്. നെറ്റാണ് കൊടുക്കുന്നത്. ആ സ്കേർട്ടിൻ്റെ താഴ്ഭാഗത്തിലെ നെറ്റ് അങ്ങനെ തന്നെ എടുത്തിട്ട് ചെറിയ ചെറിയ ഫ്രിൽസ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. കാരണം ഉള്ളിലുള്ള ലൈനിങ്ങും ഫ്രില്ല് ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കുട്ടി ഫ്രോക്കിൻ്റെ ലുക്കിലേക്ക് പോകും. ഇത് കുറച്ച് വലിയാക്ക് ചെയ്യേണ്ട ഫ്രോക്കാണ്. അപ്പോൾ അതിന് കുറച്ച് നീറ്റ്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഉള്ളിലുള്ളത് നമ്മൾ അംബ്രലയിലും പുറത്തുള്ളത് അതായത് പുറത്തുള്ള നെറ്റ് നമ്മൾ കുഞ്ഞു ഗ്യാദേഴ്സ് ഇട്ടും കൊടുക്കുന്നത്. ഇത് യോക്ക് പോർഷന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യത്തെ ഗൗണിൻ്റെ ആ വർക്ക് ഞാൻ കട്ട് ചെയ്തെടുത്തതാണ്. അപ്പോൾ അതിനെ ഇനി നമുക്ക് ഫ്രണ്ട് പോർഷനിൽ ഏത് രീതിയിലാണോ വേണ്ടത് ആ രീതിയിൽ ഒന്ന് അറേഞ്ച് ചെയ്തെടുക്കുകയാണ് കേട്ടോ വേണ്ടത്. ഈ ഫ്രണ്ട് പോർഷനിൽ വേണ്ടിയിട്ടുള്ള നെറ്റും എല്ലാം നമുക്ക് ആ സ്കേർട്ടിൻ്റെ പാട്ടിൽ നിന്ന് തന്നെയാണ് കേട്ടോ കിട്ടിയത്. ഉള്ളിലെ ലൈനിങ് നമ്മൾ അംബ്രല കാട്ടിൽ കട്ട് ചെയ്തതുകൊണ്ട് തന്നെ താഴ്ഭാഗം നല്ല ഫ്ലെയറും ഉണ്ടാവും. എന്നാൽ വേസ്റ്റിൻ്റെ സൈഡ് അധികം ചുരുക്കില്ലാത്തതുകൊണ്ട് തന്നെ പൊങ്ങി നിൽക്കില്ല, നല്ല നീറ്റായിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ ആ ഗൗണിനെ അങ്ങനെ ഒരു ഫ്രോക്കായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഹെയറിൽ വെക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു എക്സ്ട്രാ ഒരു ബോ പോലെ ആക്കിയതാണ്. ഈ ഡ്രസ്സിന് സ്ലീവൊക്കെ എലാസ്റ്റിക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഷോൾഡറിൻ്റെ ഭാഗത്തും സ്ലീവിൻ്റെ എൻഡിങ്ങിലും നമ്മൾ എലാസ്റ്റിക്കാണ് കൊടുത്തിട്ടുള്ളത്. ഒരു ലൂപ്പ് ഷോൾഡറിൻ്റെ അവിടെ നിന്ന് ജസ്റ്റ് ഇങ്ങനെ കൊടുത്തതേ ഉള്ളൂ. അപ്പോൾ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ്. ബാക്കിൽ ഇതേപോലെ ടൈ ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതേപോലെ